ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗായ്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ബാനായുള്ള ഗെയിം, ആപ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ഇൻസ്റ്റാൾ ആക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ പലരും സൈറ്റിൽ കയറിയിട്ടൊക്കെ ഇൻസ്റ്റാൾ ആക്കുന്നവരുണ്ട്. പക്ഷേ അതിനൊന്നും ആവശ്യം, നമുക്ക് ഈസിയായിട്ട് പ്ലേ സ്റ്റോറിൽ തന്നെ ഇൻസ്റ്റാൾ ആക്കാം. അതിന് നമുക്ക് വേണ്ടത് ടോർബോ വി പി എൻ എന്ന് പറയുന്ന ആപ്പാണ്. അതും പ്ലേ സ്റ്റോറിലുണ്ട്. ആ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോർബോ വി പി എൻ യൂസ് ചെയ്യുക എന്നാണ്, ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ കുറേ വി പി എൻ ഉണ്ട്, പവർ വി പി എൻ, അങ്ങനെ പല പല വി പി എൻ, സോളോ വി പി എൻ ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഈസി ആയിട്ട് തോന്നിയത് ടോർബോ ആണ്. അപ്പോൾ ടോർബോ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് അതിലൂടെ കയറിയിട്ട് ടാപ്പ് ടു കണക്റ്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മൊബൈൽ ഇങ്ങനെ ഓടുന്നത് കാണാൻ പറ്റും. അപ്പോൾ മൊബൈൽ ഓടിക്കഴിഞ്ഞാൽ എന്താ കണക്റ്റഡ് ആവും. കണക്റ്റഡ് ആയ ഒരു ആഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുക. കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറിൽ എന്ത് ചെയ്യും, ഒരു കീൻ്റെ സിമ്പൽ വരും, ഒരു താക്കോലിൻ്റെ ചിഹ്നം വരും. ഇപ്പോൾ ഇത് യുണൈറ്റഡ് കിങ്ഡത്തിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കീൻ്റെ ചിഹ്നം വന്നാൽ നമുക്ക് എന്താ ചെയ്യുക, കണക്റ്റ് ആയിന്ന് കൺഫേം ആവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിലോ ജിമെയിലിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമ്മളെന്ത് ചെയ്യുക, ഒരു ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഗൂഗിൾ അക്കൗണ്ട് പാസ്വേഡ് സാധാ പോലെ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന മാതിരി ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എന്നിട്ട് അതിൽ വരുന്ന എന്താ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് വലിയ വിഷയമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാധാ ഒരു ഗൂഗിൾ അക്കൗണ്ട് ആക്കില്ല, അതേപോലെ ഗൂഗിൾ അക്കൗണ്ട് ആക്കുക. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊരു അക്കൗണ്ടാണ് യു എസ് ഐ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളുള്ളത് എന്താണ്, പുറത്തുള്ള ഒരു പ്ലേ സ്റ്റോറിലാണ്. നമ്മൾ ഇന്ത്യൻ പ്ലേ സ്റ്റോറിലല്ല ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ വി പി എൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തുള്ളൊരു എന്താ ചെയ്യുക, പ്ലേ സ്റ്റോറിലാണുള്ളത്. നമ്മൾ ലൈഫ് ആഫ്റ്റർ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല റേഞ്ച് വേണം. നല്ല റേഞ്ച് ഉണ്ടെങ്കിലേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് കളിക്കാൻ പറ്റും. കളിക്കല്ല, എന്ത് കാര്യം ഡൗൺലോഡ് ആക്കാൻ പറ്റുള്ളൂ. മാക്സിമം നമുക്ക് 5G ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം എൻ്റെ ഒരു 4G ആണ്. ജിയോയിൽ ഞാൻ ക്യാഷ് കേട്ടതുകൊണ്ട് എനിക്ക് 4G ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വലിയ ഒരു റേഞ്ച് ആയതുകൊണ്ടാണ് അതിൻ്റെ പിക്കും കാര്യങ്ങളും കാണിക്കാത്തത്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് അടിച്ചെടുത്ത് നോക്കാം. അപ്പോൾ ലൈഫ് ആഫ്റ്റർ എന്ന ഗെയിം ഞാൻ കളിച്ചതിൽ വെച്ചിട്ടുള്ള ഏറ്റവും അടിപൊളി ടോപ്പ് ഗ്രാഫിക്സൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളി ഗെയിമാണ്. നമ്മളിപ്പോഴത്തെ പ്ലേ സ്റ്റോറിൽ അൺഡൗൺ ഉണ്ടല്ലോ, അതിനേക്കാൾ ടോപ്പാണ് ലൈഫ് ആഫ്റ്റർ എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ 3.4 GB ആണ് ലൈഫ് ആഫ്റ്ററിൻ്റെ സൈസ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര ഡൗൺ ചെയ്യേണ്ടത്, മൊത്തം 9 GB ആ ഒരു ഗെയിമിന് സൈസ് വരും. 9 GB ഗൈസ്. അപ്പോൾ ഇതാണ് ലൈഫ് ആഫ്റ്റർ നൈറ്റ് ഫാളറിൻ്റെ അടിപൊളി ഗെയിം. പറഞ്ഞാൽ ഈ സർവൈവൽ ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ ഏറ്റവും ടോപ്പ് ഗെയിമാണ്. ആരും കളിച്ചതുണ്ടെങ്കിൽ അപ്പോൾ ഇത് മാത്രമല്ല, വേറെ കുറേ ഗെയിമുണ്ട്. ഇന്ത്യയിൽ ബാനായ എല്ലാ ഗെയിമും ഈ ഒരു ഇതിൽ കിട്ടും. പക്ഷേ ഈ ഒരു US ബാനാവാത്ത ഗെയിമാണ് കേട്ടോ, നല്ല കിട്ടുള്ളൂ. ഇന്ത്യയിൽ ബാനായ ഗെയിമൊക്കെ മാക്സിമം എല്ലാ ഗെയിമും ഇതിലുണ്ട്. ടിക്ടോക്ക് ഉണ്ട്, എല്ലാ ഗെയിമും ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആക്കുമ്പോൾ വി പി എൻ ഓൺ ആക്കി ഡൗൺലോഡ് ആക്കുക, അതായത് വി പി എൻ ഓഫ് ആക്കാൻ നിൽക്കുക. വി പി എൻ ഓഫ് ആക്കുകയെന്ന് വെച്ചാൽ സാധാ ബാക്ക് അടിച്ച് ക്ലീൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓഫ് ആക്കുക, സാധാ അക്കൗണ്ട് ചേഞ്ച് ചെയ്യുക. ഇനി കയറണമെങ്കിൽ ഓൺ ആക്കിയിട്ട് ഈ അക്കൗണ്ടിലേക്ക് കയറുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.